മിസ്സിംഗ് കേസ് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടന്നത്. ബന്ധുക്കളെത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ്. അവിടെ രണ്ടുപേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. മലപ്പുറത്ത് നിന്ന് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ 20-ാം തീയതി അവളുടെ വീട് വിട്ടിറങ്ങുന്നു. കാരണം എന്താണെന്ന് അറിയണ്ടേ? അവളുടെ അച്ഛനോടും അമ്മയോടും അവൾ ചെറിയൊരു വഴക്കുണ്ടാക്കി. ആ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ വീട്ടുകാർ അവളെ തിരിച്ച് കുറച്ച് ശകാരിച്ചു. അതിൻ്റെ പേരിൽ അവൾ വീട് വിട്ടിറങ്ങി 20-ാം തീയതി. 21-ാം തീയതി രാത്രി ആ പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലെത്തുന്നു. എങ്ങനെ ആ കോഴിക്കോട് ബീച്ചിൽ ആ കുട്ടി എത്തിപ്പെട്ടു എന്ന് ആർക്കും ഇതുവരെ അറിയില്ല. എന്നാൽ ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ വരുന്നു, നല്ല തിരക്കാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പെൺകുട്ടി കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി കറങ്ങി നടന്നു. പക്ഷേ എങ്കിൽ പോലും ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഈ കുട്ടിയെ നോട്ടീസ് ചെയ്തില്ല. പക്ഷെ നോട്ടീസ് ചെയ്യപ്പെട്ടു. ആരുടെ മുന്നിലാണെന്ന് അറിയണ്ടേ? ചില ആളുകൾ ഇതുപോലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചില മക്കൾ, അങ്ങനെ തന്നെ പറയണം, ചില സുന്ദര കില്ലാടിയായിട്ടുള്ള മക്കൾ, ഇവന്മാരുടെ മനസ്സിൽ ഒരു പെൺകുച്ചിനെ കാണുമ്പോൾ ഓക്കെ ഇവൾ ഒറ്റയ്ക്കാണ്, അപ്പോൾ ഇവളെ പോയി വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സാധനം മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്ന കുറേ നായ്ക്കളുണ്ട്. അങ്ങനെയുള്ള 2 പേര് ഈ പെൺകുട്ടിയോട് പോയി സംസാരിക്കുന്നു. പെൺകുട്ടി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, കാരണം തലേദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണല്ലോ, കൈ കാശൊന്നും കാണത്തില്ല. പെൺകുട്ടിക്ക് ഭക്ഷണം മേടിച്ചു തരാമെന്ന് പറയുന്നു. പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു വേറെ 2 പേരുടെ അടുക്കലേക്ക്. പിന്നെ ആ പെൺകുട്ടിക്ക് പറ്റിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചു. ആ കൊണ്ടുപോയന്മാരെ പിടിച്ചില്ല. പക്ഷേ ഇവന്മാർ ആർക്കാണോ ഈ പെൺകുട്ടിയെ കൊണ്ട് കാഴ്ച വെച്ചത്, അങ്ങനെ തന്നെ പറയാം, കാഴ്ച വെച്ചത്, അവന്മാരെ പോലീസുകാർ പൊക്കി. പക്ഷേ ഇവിടെ ഞാൻ ഈ കൊണ്ടുപോയി കൊടുത്തവന്മാരെയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അവൾക്ക് ലഹരിയൊക്കെ കൊടുത്ത് അവളെ വളരെ മോശമായി ഉപയോഗിച്ച ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന 2 നാറികളെയോ മാത്രം കുറ്റം പറയാൻ നിൽക്കുന്നില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് വേദനയോടെ പറയാം, ആ കുട്ടിയുടെ കയ്യിലും തെറ്റുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിലും തെറ്റുണ്ട്. വിശദമായി തന്നെ പറഞ്ഞു തരാം എന്താണ് ആ പെൺകുട്ടിയുടെ തെറ്റ് എന്നുള്ളത്. അതിനു മുമ്പ് ഈ ന്യൂസ് എല്ലാവരും ഒന്ന് കേൾക്കൂ. പിന്നെ വേറൊരു കാര്യം, വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ അവരെയും കൂടെ പിടിച്ചടുത്തിരുത്തിക്കൂ. അവരും കൂടെ ഇതൊക്കെ ഒന്ന് അറിയണം. മനസ്സിലായില്ലേ? അറിയണം, പെൺകുട്ടികൾ അറിയണം. നമുക്ക് ഈ വാർത്ത കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി വീട് വിട്ട് ഇറങ്ങിയത്. 21-ന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടു. അവർ അവളെ കൊണ്ടുപോയത് കോഴിക്കോട് ഒരു ഫ്ളാറ്റിലേക്കാണ്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി. 21-ന് രാത്രി 2 മണിയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് 2 പേർ വന്നു. അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു. പണം വാഗ്ദാനം ചെയ്ത 2 പേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി. പക്ഷേ പെൺകുട്ടി അഭയം തേടിയ ആ 2 പേർ നഗരത്തിലെ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു. പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ്. അവിടെ 2 പേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി. പിന്നെ ക്രൂരമായ ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വായിൽ നിന്നൊരു തെറ്റ് വീണു. 17 അല്ല 16 വയസ്സാണ്. ഓക്കെ, ഇവിടെ ആ പെൺകുട്ടി രാത്രി 2 മണി, ആലോചിക്കണം, 2 മണി വരെ അവിടെ നിന്ന് കറങ്ങി. മനസ്സിലായോ? ഏത് സമയത്താണ് ആ പെൺകുട്ടി അവിടെ എത്തിപ്പെട്ടതെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഈ പെൺകുട്ടി തന്നെ അവന്മാരുടെ അടുക്ക പോയി ഭക്ഷണം മേടിച്ചു തരണം എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ വഴി നമ്മളിപ്പോൾ അറിയുന്നത്. നമുക്കറിയില്ല അതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന്. ഇനിയിപ്പോൾ ആ പെൺകുട്ടി തന്നെ പോയതാണെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി അവന്മാരുടെ അടുക്കലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ടും അവന്മാരും ഇൻപുട്ട് ഇട്ട് കാണും. മനസ്സിലായില്ല? ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നതോ ഒക്കെ കുറേ നേരമായിട്ട് വാച്ച് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം പെൺകുട്ടി നൈസായിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചത്, ചേട്ടാ എന്തെങ്കിലും മേടിച്ച് തരാമോ എന്ന്. മനസ്സിലായില്ലേ? അവന്മാർക്ക് കിട്ടിയ ഒരാളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒരാൾ ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങുമ്പോൾ എല്ലാവരും ഒന്നും നോക്കിയില്ല. കുടുംബങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മ അച്ഛൻ ഇവരൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നെങ്കിൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ആരെയും നോട്ടീസ് ചെയ്യത്തില്ല.
പക്ഷെ ഇതുപോലുള്ള എന്തെങ്കിലും തക്കിടി തിക്കിടി പരിപാടികളുമായിട്ട് ബീച്ചിലൊക്കെ വന്ന് ഇരിക്കുന്നവന്മാർ എന്താണെങ്കിലും നോട്ടീസ് ചെയ്യും. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവന്മാരുടെ അടുക്കിലേക്ക് ആ പെൺകുട്ടി അട്രാക്റ്റ് ആയിട്ട് ചെന്നത്. അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. ബീച്ചല്ലേ, അച്ഛനും അമ്മയും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആയിട്ട് വരുന്ന ഓരോരോ കുടുംബങ്ങൾ ഒരുപാട് കാണും. പക്ഷെ അവരുടെ അടുക്കൽ എങ്ങും ചെന്ന് ചോദിക്കാതെ ഇവന്മാരുടെ അടുക്കിലേക്ക് ചെന്നെങ്കിൽ അവന്മാരുടെ സൈഡിൽ നിന്ന് അതിനകത്തൊരു നല്ല രീതിയിലുള്ള ഒരു എഫോർട്ട് അവന്മാർ ഇട്ട് കാണും. പിടികിട്ടിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ അവന്മാരിട്ടപ്പോൾ ആ പെൺകുട്ടി ചെന്നു മേടിച്ച് തരുമായിരിക്കും എന്ന് വിചാരിച്ച്. അവിടെ അവളുടെ കഥ തുടങ്ങി. അങ്ങനെ തന്നെ പറയണം. നമുക്ക് ബാക്കി കേൾക്കാം. ലൈംഗിക പീഡനം. അറസ്റ്റിലായ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സ്വാലിഹ്, ഷബീർ അലി എന്നിവരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഇവരും പെൺകുട്ടിയെ കൊണ്ടുവന്നവരും ചേർന്നാണ് ലൈംഗിക പീഡനം നടത്തിയത്. പിറ്റേ ദിവസം ഉച്ചയോടുകൂടി അക്രമികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ കൊടുത്തവന്മാരും ആ പെൺകുട്ടിയെ ഓക്കെ ഇറങ്ങി വരുന്ന ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെ നിങ്ങൾ കണ്ടില്ലേ? എത്ര വയസ്സ് കാണും ഈ നാറികൾക്ക്? എത്ര വയസ്സ് കാണും? ആ പെൺകുട്ടിയുടെ അച്ഛനാകാനുള്ള പ്രായം ആ നാറികൾക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലേ? ഇവന്മാരെ പോലുള്ള മൃഗങ്ങൾ ഇന്നും ഈ നാട്ടിലുണ്ടല്ലോ ഒരുപാട്. അതും ഇല്ലേ, എന്താ കൊച്ചിന് കൊടുത്തത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ആ വാക്കുകളൊന്നും അധികം ഉപയോഗിക്കുന്നില്ല, വാർത്തയിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഈ നാടിൻ്റെ അവസ്ഥ? ഇതെങ്ങോട്ടാണ്? ഇപ്പൊ ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ, അല്ലെങ്കിൽ 35 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ, അങ്ങനെ വെച്ചോ, അവരാണ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ ഇറങ്ങിപ്പോയ രണ്ടുപേരെയും കണ്ടിട്ട് 30-35 വയസ്സിന് മേളിലില്ലേ? ഇല്ല, അത്യാവശ്യം പ്രായമില്ലേ അവന്മാർക്ക്? ഈ പിള്ളേർ സെറ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നായിരുന്നല്ലോ എല്ലാവരുടെയും വലിയ പരാതി. കണ്ടല്ലോ ഈ പിള്ളേർ സെറ്റിലെ കുറ്റം പറയുന്ന ആളുകളുടെ ഏജിലുള്ള ആളുകൾ തന്നെയാണ് ഇതുപോലുള്ള കൊച്ചു പിള്ളേരോട് ഈ വൃത്തികേട് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. പിന്നെ ആ പെൺകുട്ടി, എന്തിനാ പെൺകുട്ടി വീട്ടിലുണ്ടായ വഴക്കിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയി? ഇതൊരു ചോദ്യം തന്നെ. വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ ആരോ 2 പേരവിടെ ഇരുന്ന് മറ്റേ സംഘത്തിലുള്ള അവന്മാരോട് പോയി ഈ പെൺകുട്ടി ചോദിക്കുകയായിരുന്നു ഭക്ഷണം എന്ന് പറയുന്നുണ്ടല്ലോ. അവന്മാരെ ഈ പെൺകുട്ടിക്ക് നേരത്തെ അറിയാവോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാനാണോ ഈ പെൺകുട്ടി പോയത്? നമുക്കൊന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ എന്തിന് കറക്റ്റ് വീട്ടിൽ നിന്നിറങ്ങി ബീച്ചിലേക്ക്, അതും കോഴിക്കോട്? എന്തിന്? ചോദ്യങ്ങളാണ്. പിടികിട്ടിയില്ലേ? പേര് പിടിച്ചു പോയാൽ ചിലപ്പോൾ പല കഥകൾ അറിയാൻ സാധിച്ചേക്കും. എന്തൊക്കെയാണെങ്കിലും മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. പെൺകുട്ടികളോട് മാത്രമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആൺകുട്ടികളോടും ചേർത്ത് തന്നെ പറയണം. വീട്ടിലൊക്കെ വഴക്കും വയ്യാവേലിയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാവും. പിടികിട്ടിയോ? വീട് വിട്ട്, പ്രത്യേകിച്ച് ഒരു രാത്രിയിലൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഈ വാർത്ത ആഘോഷിക്കുന്ന മാധ്യമങ്ങൾക്കോ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നമുക്ക് ആർക്കും ഇതിനകത്തൊരു സങ്കടം ചിലപ്പോൾ തോന്നിയേക്കാം, ചെറുതായിട്ട് കുറച്ച് നേരത്തേക്ക്. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ ലൈഫിലേക്ക് പോകും. നഷ്ടം നിങ്ങൾക്കാണ്, നിങ്ങളുടെ അച്ഛനമ്മമാർക്കാണ്. മനസ്സിലായില്ലേ? ഇവിടെ ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വഴക്കിൻ്റെ പേരിൽ വീട്ടിൽ വിട്ട് പോയതാണ്, ഇപ്പം എവിടെ വരെ എത്തി? കുറച്ചുകൂടെ നമുക്ക് കേൾക്കാം. ആണ് പെൺകുട്ടി പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയുന്നത്. ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം 4000 രൂപയും പ്രതികൾ നൽകി. 20-ന് പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. മിസ്സിംഗ് കേസ് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടന്നത്. ബന്ധുക്കളെത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പെൺകുട്ടിയെ ബീച്ചിൽ നിന്നും ഫ്ളാറ്റിലെത്തിച്ച 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന 2 പേര്, ആ പെൺകുട്ടിക്ക് ആ വസ്തു കൊടുത്തവന്മാരെ പോലീസ് പിടിച്ചു. ഈ പെൺകുട്ടിയെ അവിടെ എത്തിച്ചവന്മാരെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും എന്തുകൊണ്ടായിരിക്കും? അത് എനിക്ക് മനസ്സിലാവാത്തത്. ബീച്ചിലൊക്കെ ക്യാമറയൊക്കെ കാണത്തില്ലേ? അപ്പം എന്തായാലും ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ വിഷ്വൽസൊക്കെ കിട്ടിക്കാണുമല്ലോ. അത് നോക്കിയാൽ ഉറപ്പായിട്ട് ഇവന്മാരുടെ ഫേസ് മനസ്സിലാക്കാമല്ലോ. ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പിടിക്കാമല്ലോ. പല സ്റ്റേഷനിലേക്ക് കൊടുത്താൽ മതിയല്ലോ, കിട്ടത്തില്ലേ? എന്താണ് അതിന് ഇത്ര താമസം? അല്ലെങ്കിൽ പിടിക്കുമോ അത്, അതോ തേഞ്ഞു മാഞ്ഞു പോവോ? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇനി അവന്മാരിനിയും ചിലപ്പോൾ വല്ല ഹോൾഡുള്ള ടീമുകൾ, പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലമാണ്. പിന്നെ മക്കളെ,
കണ്ടല്ലോ, പല കഥകളാ. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നഷ്ടം വരത്തുള്ളൂ, വേറെ ആർക്കും നഷ്ടം വരില്ല. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 2 നായ്ക്കളെ പറയണം കുറ്റം, ഈ പെൺകുട്ടിയെ അവിടെ എത്തിച്ചവരെ കുറ്റം പറയണം, ആ പെൺകുട്ടിയെ കുറ്റം പറയണ്ടേ? അച്ഛനമ്മമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളോടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ അച്ഛനമ്മമാർ വേറൊന്നുമല്ല. ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം മക്കളെ വഴക്ക് പറയാനോ തല്ലാനോ ഒരു സാഹചര്യം ഇല്ല. ആ ഒരു അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെയാണ് കാണിക്കുന്ന ഓരോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക. ഞാൻ ആ ഒരു പെൺകുട്ടിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിൽ പോലും ഒന്ന് ചിന്തിക്കുക. നോർമലായിട്ട് ഒന്നും പറയുന്നില്ല, നോർമലായിട്ടൊന്ന് മനസ്സിലാക്കുക മക്കളെ നിങ്ങളൊക്കെ. അതായത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ വഴക്കിൻ്റെ പേരിൽ ഇറങ്ങി പോവാതിരിക്കുക. പിടികിട്ടിയോ? പിന്നെ തിരിച്ച് നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറാൻ പറ്റും. പക്ഷെ അതുവരെ ഉണ്ടായിരുന്നൊരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല പിന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഇല്ലേ? അങ്ങനല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമോ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.